السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് വിശ്വാസികളായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന്, നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ തന്റെ ജീവിതത്തെ ബാധിക്കരുത് എന്നാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അംഫാൽ എന്ന അധ്യായത്തിലെ 33-ാമത്തെ വചനത്തിൽ രണ്ട് സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളിലേക്ക് വന്നിറങ്ങാത്ത സാഹചര്യത്തെക്കുറിച്ച് അല്ലാഹു തആല നമ്മെ ഉണർത്തുന്നുണ്ട്. പ്രസ്തുത ആയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതിൽ ഒന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊണ്ട് അവരെ പിടികൂടുകയില്ല എന്നുള്ളതാണ്. രണ്ടാമതായി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഒരു ജനത അവർ ഇസ്തിഗ്ഫാർ എന്ന ആ പരിശുദ്ധമായ ആരാധനയെ മുറുകെ പിടിച്ചാൽ ആ ജനതയിലും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയില്ല എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുകയുണ്ടായി, ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന എല്ലാ ഉപദ്രവവും അവന്റെ പാപങ്ങൾ നിമിത്തമാണ്. നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യങ്ങളുടെയും അടിസ്ഥാന കാരണം പാപങ്ങളാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പല ജനസമൂഹങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ ശിക്ഷകൾക്ക് വിധേയമാക്കിയ സംഭവങ്ങൾ വിവരിക്കുന്നിടത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ഫകുല്ലൻ അഖദ്നാ ബിദംബി, നാം അവരെയെല്ലാം പിടികൂടിയത് അവരുടെ പാപങ്ങൾ നിമിത്തമാണ് എന്ന് അല്ലാഹു തആല ഉണർത്തുകയാണ്. എന്നാൽ ഒരാൾ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ നിലനിർത്തിയാൽ അത് പാപങ്ങളെ മായ്ക്കുകയും അല്ലാഹുവിന്റെ ശിക്ഷയെ നീക്കുകയും ചെയ്യും. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ, സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ്. രണ്ടാമതായി, നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ് യജിദില്ലാഹ ഗഫൂറർ റഹീമ. ആരെങ്കിലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുകയും തെറ്റായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ നിലനിർത്തുകയും പിന്നീട് അവൻ ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിനെ ഏറെ പൊറുക്കുന്നവനായി, കരുണ ചെയ്യുന്നവനായി അവന് കാണാൻ കഴിയുമെന്നാണ്. അഥവാ അല്ലാഹു തആല നമ്മളുടെ പാപങ്ങൾ പുറത്തു തരും എന്നർത്ഥം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാരി വഅന അഗ്ഫിറു ദുനൂബ ജമീഅൻ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ അടിമകളെ, നിങ്ങൾ രാവും പകലും പാപങ്ങളെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനാകട്ടെ നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുവിൻ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. അതെ, രാവിലും പകലിലുമൊക്കെയായി മനുഷ്യൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങൾ, അക്രമങ്ങൾ, പാപങ്ങൾ ഏറെ ഗൗരവതരമായതാണ്. ലോകരക്ഷിതാവ് അവയെല്ലാം നമ്മൾക്ക് മാപ്പ് നൽകും എപ്പോഴാണ് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നമ്മളിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതായ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ മഹാനായ ഇമാം ഖത്താദ റഹിമഹുല്ല പറയുകയുണ്ടായി, തീർച്ചയായും പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശമനവും ആ രോഗങ്ങൾക്കുള്ളതായ മരുന്ന് അല്ലാഹു തആല ഈ ഖുർആനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. രോഗമെന്ന് പറഞ്ഞാൽ പാപങ്ങളും, മരുന്ന് എന്ന് പറഞ്ഞാൽ പാപമോചനം തേടലുമാണ്. നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന, നമ്മളുടെ ശരീരത്തെ ഇല്ലാതാക്കി കളയുന്ന ആ പാപകരമായ അവസ്ഥകൾ, ആ അവസ്ഥകളിൽ നിന്ന്, നമ്മളുടെ ശരീരത്തെ ബാധിക്കുന്ന ആ നിലയിലുള്ള എല്ലാ രോഗാതുരമായ അവസ്ഥകളിൽ നിന്നും ഇസ്തിഗ്ഫാറാകുന്ന പാപമോചനത്തിലൂടെ നമ്മൾക്ക് പരിശുദ്ധരായി ജീവിക്കാൻ കഴിയുമെന്നാണ്.
അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുടെയും ജീവിതം വിശാലമായി തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. അതെ, ആരെങ്കിലും ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു എല്ലാ വിഷമങ്ങളിൽ നിന്നും അങ്ങനെയുള്ള മനുഷ്യന് രക്ഷ നൽകുമെന്നാണ്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവൻ അല്ലാഹു തആല സമാധാനം നൽകും. അതുമാത്രവുമല്ല, അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തുകൂടെ അല്ലാഹു തആല അവന്റെ ഉപജീവന മാർഗങ്ങളെ നൽകുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, നമ്മളുടെ മനസ്സിന് സമാധാനം, നമ്മളുടെ ജീവിതത്തിന് സ്വസ്ഥത, നമ്മളുടെ ജീവിത വിഭവങ്ങളിൽ അഭിവൃദ്ധി, എല്ലാ നന്മകളും ഒരു മനുഷ്യന് കടന്നുവരും എപ്പോഴാണ് നാം ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകളായി തീർന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മഴ ലഭിക്കുവാൻ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുവാൻ ഒക്കെ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ നിലനിർത്തുന്നത് ഏറെ ഗുണകരമാണ് എന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ അനുഗ്രഹപൂർണമായ സമയങ്ങൾ, തന്റെ അടിമകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്ന സമയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വളരെ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി നേടിയവരായി ഈ റമളാൻ കൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾക്ക് ഉയരാൻ കഴിയുന്നില്ല എങ്കിൽ റമളാൻ കൊണ്ട് ഒന്നും നേടാത്ത, റമളാൻ കൊണ്ട് നഷ്ടം സംഭവിച്ച ആളുകളുടെ ഗണത്തിൽ ഒരു വേള നാം ഉൾപ്പെട്ടു പോകുമെന്ന് നാം ഭയപ്പെടുകയും ആത്മാർത്ഥതയോടെ ഉണർന്ന് പ്രവർത്തിക്കുകയും ഇസ്തിഗ്ഫാറുകളും തൗബയുമൊക്കെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുക. നാഥനായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.